ബിഗ് ബോസ് മലയാളം സീസൺ 4-ലെ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഒരു നീണ്ട നിര തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. റോബിൻ, ദിൽഷ, ലക്ഷ്മിപ്രിയ, അപർണ, ബ്ലെസ്ലി, ജാസ്മിൻ, നവീൻ, റോൺസൺ, ഡെയ്സി. ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് ഓപ്പണായി നടത്തുന്ന ജയിൽ നോമിനേഷനോ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷനോ പോലെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള പ്ലാൻഡ് നോമിനേഷൻ അല്ല നടത്തിയിട്ടുള്ളത് എന്ന്. ഇതിൽ നമുക്ക് ഓരോ കണ്ടസ്റ്റൻസും ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. ധന്യ ലക്ഷ്മിപ്രിയയുടെയും ദിൽഷയുടെയും പേര് പറഞ്ഞു. ബ്ലെസ്ലി നവീൻ്റെയും ഡെയ്സിയുടെയും പേര് പറഞ്ഞു. ഡെയ്സി ബ്ലെസ്ലിയുടെയും റോൺസന്റെയും പേര് പറഞ്ഞു. ജാസ്മിൻ അപർണയുടെയും റോബിന്റെയും പേര് പറഞ്ഞു. ലക്ഷ്മിപ്രിയ അപർണയുടെയും ജാസ്മിന്റെയും പേര് പറഞ്ഞു. സുചിത്ര ലക്ഷ്മിപ്രിയയുടെയും ദിൽഷയുടെയും പേര് പറഞ്ഞു. റോൺസൺ റോബിന്റെയും ബ്ലെസ്ലിയുടെയും പേര് പറഞ്ഞു. നവീൻ റോബിന്റെയും ബ്ലെസ്ലിയുടെയും പേര് പറഞ്ഞു. സൂരജ് റോബിന്റെയും ബ്ലെസ്ലിയുടെയും പേര് പറഞ്ഞു. അപർണ ജാസ്മിന്റെയും ലക്ഷ്മിപ്രിയയുടെയും പേര് പറഞ്ഞു. അഖിൽ ദിൽഷയുടെയും റോബിന്റെയും പേര് പറഞ്ഞു. റോബിൻ ലക്ഷ്മിപ്രിയയുടെയും ഡെയ്സിയുടെയും പേര് പറഞ്ഞു. ദിൽഷ നവീന്റെയും ധന്യയുടെയും പേര് പറഞ്ഞു. നിമിഷ അപർണയുടെയും റോൺസന്റെയും പേര് പറഞ്ഞു. ഇതിലിപ്പോൾ 5 വോട്ടുകളുമായി റോബിൻ, 4 വോട്ടുകളുമായി ലക്ഷ്മിപ്രിയ ബ്ലെസ്ലി, 3 വോട്ടുകളുമായി ദിൽഷ അപർണ, 2 വോട്ടുകളുമായി നവീൻ, ജാസ്മിൻ, റോൺസൺ, ഡെയ്സി എന്നിവർ. പല വമ്പൻ സ്രാവുകളും ഈ തവണത്തെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും രക്ഷപ്പെട്ടിട്ടുമുണ്ട്. എന്നിരുന്നാലും ഈ ആഴ്ചത്തെ നോമിനേഷൻ മൊത്തത്തിൽ പൊളിച്ചടുക്കി എന്ന് പറയാം. ബിഗ് ബോസിന് ഒരു ഡബിൾ എവിക്ഷൻ നടത്താൻ പറ്റിയ ഒരു അവസരം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ശ്രദ്ധിക്കാൻ ഇടയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരാഴ്ച എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടറിയാം.